എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഇനിയുള്ള സ്പോട്ട് അഡ്മിഷൻ, അതുപോലെ തന്നെ SC/ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മുകളിൽ കാണാം ഈ ഒരു admission.kannuruniversity.ac.in/UGADM 2024/index.php എന്നുള്ള പേജിലാണ് ഈ ഒരു റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ഉള്ളത്. അതായത് ലിങ്കല്ല, ആ ഒരു ലോഗിൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ അതാണ് വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു നമ്പർ ചേഞ്ച് ആയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നിങ്ങൾ എന്താണ് കാണുന്നത് അതാണ് വെരിഫിക്കേഷൻ കോഡ്. ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു നമ്പറാണ്, നിങ്ങൾ നോക്കുമ്പോൾ അത് മാറിയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 920 രൂപയും, അതുപോലെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ അവർക്ക് വരുന്ന ഫീസ് 990 രൂപയുമാണ് ഫീസ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജൂലൈ 11-ാം തീയതിക്കകം വിദ്യാർത്ഥികൾക്ക് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതായത് ഈ ഒരു അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ഫീസാണ്. അപ്പോൾ ആ ഒരു ഫീസ് അടച്ച് കോളേജിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് ആവുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസും അതുപോലെ നിങ്ങളുടെ TCM ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഈ ഒരു മുൻ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു അപേക്ഷ നൽകി അലോട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ ഫീസ് അടക്കണം. എന്നാൽ നിങ്ങൾക്ക് മുൻപ് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കിട്ടാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് മെയിൽ അയക്കാനുള്ള ലിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് UGSWS@kannuruni.ac.in എന്ന ഇമെയിൽ മുഖാന്തരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇമെയിൽ ID നിങ്ങൾക്ക് അതായത് ഇമെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് ബാക്കിയുള്ള അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം. SC/ST PWBD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഈ ഒരു SC/ST PWBD രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഫീസ് എത്രയാണെന്നുള്ളത് പറയാം. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് കാറ്റഗറി ചോദിക്കുന്നുണ്ട്. SC/ST ആണെങ്കിൽ 300 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. PWBD ആണെങ്കിലും 300 തന്നെയാണ് ഫീസ്. അപ്പോൾ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോൾ മാറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ജസ്റ്റ് രണ്ട് വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 300 രൂപ തന്നെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസൊക്കെ നൽകി നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകിക്കൊണ്ട് അത് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ നൽകുന്ന സമയത്ത് അതുപോലെ ഇമെയിൽ ID അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് എന്താണ് വേണ്ടത്, അതൊരു പാസ്വേഡ്, അതായത് ഈ ഒരു SC/ST PWBD സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനുള്ള പാസ്വേഡ് എന്നിവയൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് മാനേജ്മെൻറ്റ് കോട്ടയാണ്. മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സെലക്ട് കാറ്റഗറി ചോദിക്കുന്നത്. ജനറൽ SC/BC ആണെങ്കിൽ 600 രൂപയാണ്, അതുപോലെ SC/ST ആണെങ്കിൽ 300 രൂപ, അതുപോലെ PWBD ആണെങ്കിൽ 300 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള മാനേജ്മെൻറ്റ് കോളേജ് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജ് ഓപ്ഷൻസ് ആയിട്ട് വെച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ അതിനുള്ള ലിങ്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് അഡ്മിഷൻ നേടുക എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാര്യം നോക്കാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂളാണിത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് SC/ST PWD വിഭാഗത്തിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസരമാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ലോഗിൻ ഉണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 12-ാം തീയതി മുതൽ ഈ ഒരു 14-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം. അപ്പോൾ ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു 15-ാം തീയതിയും, അതായത് ജൂലൈ 15-ാം തീയതിയാണ് SC/ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 15-ാം തീയതി വരെ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ പോയിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യും. അതായത് ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള സ്പോട്ട് അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ളത്. സ്പോട്ട് അഡ്മിഷന് മുൻപായിട്ട് വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അത് ലോഗിൻ ഓൾറെഡി ഉള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതായത് അതിന് സ്പെഷ്യൽ ഫീസ് ഉണ്ടോ എന്നറിയില്ല. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ അത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന്. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങൾക്ക്
അതായത് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. ആ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷന് SC ST അതുപോലെ തന്നെ ബാക്കിയുള്ള SC BC അതുപോലെ OEC OBC ഇങ്ങനെ ഏതൊരു കാറ്റഗറി വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഘട്ടത്തിൽ അത് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത് 23-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് അതായത് ഓരോ കോളേജിൻ്റെയും റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ അവിടെ എത്ര വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്, അതുപോലെ ആ ഒരു കോളേജിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നിവയൊക്കെ ആശ്രയിച്ച് കൊണ്ടായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ആ ഒരു രീതിയിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ, അതായത് എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ SC ST ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാനായിട്ടുള്ള സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ 24-ാം തീയതി മുതൽ 25-ാം തീയതി വരെയാണ് രജിസ്ട്രേഷൻ ചെയ്യപ്പെടുന്നത്. അതിനുശേഷം കോളേജ് ലെവലിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷൻ, അത് നേരത്തെ പറഞ്ഞതുപോലെ കോളേജിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ നേരിട്ട് പോയിട്ടുകൊണ്ട് പങ്കെടുക്കുന്നതാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം 26-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത് 24-ാം തീയതിയാണ്. അതായത് ഈ ഒരു ഓഗസ്റ്റ് 24-ാം തീയതിയാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനിടയിലായിട്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ റാങ്ക് നോക്കി എവിടെയാണ് അഡ്മിഷൻ കിട്ടാൻ കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ അഡ്മിഷനായിട്ട് പോവേണ്ടത്. നിങ്ങൾക്കിപ്പോൾ 2 കോളേജിൽ അഡ്മിഷനായിട്ട് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ നിങ്ങളുടെ അതായത് രക്ഷിതാക്കളെയും, അതായത് നിങ്ങളുടെ ഫാദറിനെയോ അല്ലെങ്കിൽ മദറിനെയോ അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബ്രദേഴ്സിനെ അയക്കാവുന്നതാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ കയ്യിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ ബ്രദേഴ്സിനെ അല്ലെങ്കിൽ ഫാദേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഒരു സമ്മതപത്രവും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഈ ഒരു സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ കോപ്പിയുമാണ് അവരോടൊപ്പം കൊടുത്തിട്ട് അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ അതായത് പ്രതിനിധി പോയിട്ടുള്ള ആ ഒരു കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹാജരാക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് SC ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. അതുപോലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്കുമുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 18-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ. 23-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.